എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പലർക്കും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതലായ ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളെയും നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നു, സൗഹൃദം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലായിരിക്കും ചിലപ്പോൾ സൗഹൃദം അവിടെ വരിക. അപ്പോൾ അത് കുറേ എന്താ പറയുക, കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് എമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ പല പല മേഖലകളിലുള്ള ആളുകൾ ഫേക്ക് ഐ ഡി ആയിരിക്കും. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. ഫേക്ക് ഐ ഡി വെച്ചിട്ട് ആളുകൾ കണക്ട് ചെയ്യും. ഇപ്പോൾ AI ഉണ്ട്, അതിൽ കൂടിയും ഇതുപോലെ തന്നെ പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ആളുകളുടെയും ഉള്ളിലൊരു വലിയൊരു ആഗ്രഹമുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ളൊരു വലിയൊരു ആഗ്രഹം, ഒരു മനസ്സ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആ സാധനം വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ ചെന്നാലും തിരിച്ചിങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മളിത് അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു അവസരം വരുന്നത്. അപ്പോൾ നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ട് വിഷമങ്ങൾ കാര്യങ്ങൾ പറയുക. ഇത്തരം കാര്യങ്ങളല്ലേ നല്ലത്. നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരു വ്യക്തി, അത്തരം ആളുകൾ എന്താണ് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത്തരം ആളുകൾ എന്തെല്ലാം ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ കയ്യിലുള്ള വിദ്യകൾ എന്താണ്? പല പല വിദ്യകളുണ്ട്. നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ മാന്ത്രികത്തിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗന്ദര്യലഹരി എന്നൊരു പുസ്തകമുണ്ട്. ശ്രീ ശങ്കരാചാര്യ എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ് സൗന്ദര്യലഹരി. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. അപ്പോൾ ഞാനിത് കുറച്ചൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, സൗന്ദര്യലഹരി. അപ്പോൾ അതിനകത്ത് ഇതേപോലെ പറയുന്നത്, ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയാണ് ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നും. കാരണം പല സംഗതികളും ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലുള്ള ഓരോ മന്ത്രങ്ങളുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയും, വശ്യപ്രയോഗം അല്ലെങ്കിൽ അതേപോലുള്ള പല പല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. അതുകൊണ്ട് ഞാനതൊന്നും ആ ടോപ്പിക്കൊന്നും പഠിക്കാനോ വായിക്കാനോ ശ്രദ്ധിക്കാറില്ല. കുറേ ഉണ്ട്, അവർ കുറേ മന്ത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ചുമ്മാ എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം പഴയ പോലെ ഒരു ഗുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് പഠിക്കുന്നവരുണ്ട്, യൂട്യൂബ് കണ്ട് പഠിക്കുന്നവരുണ്ട്. യൂട്യൂബ് കണ്ട് പഠിച്ച് കുഴിച്ചാടിയ ആൾക്കാർ പലരും അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ആളുകൾ പലരും ഉണ്ട് സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കണക്റ്റ് ആക്കുന്ന ആളുകൾ, ഫ്രണ്ട്സ് ആവുന്ന ആളുകൾ, അവർ ഏത് ടൈപ്പാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ മനോഹരമായ രീതിയിൽ സംസാരിക്കാനും നമ്മളെ ഹാപ്പി ആക്കാനും, നമ്മളെ ഭയങ്കരമായിട്ട് കെയറിങ്, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മളെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ എന്താണ്, സുഖമാണോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ, എന്താണ് ഇങ്ങനെ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വളരെയധികം പ്ലീസിങ് ആയിട്ട് സംസാരിക്കാൻ ഇവർ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് റിയൽ ആയിട്ടുള്ളൊരു ലവ് ആണ് അവർ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു വലിയൊരു മനസ്സ്, അത് കിട്ടാത്തൊരാൾ സ്വാഭാവികമായിട്ടും വീണു പോകും. കുറ്റം പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. ഞാൻ പല കേസുകളും കണ്ടിട്ടുണ്ട് ഇതുപോലെ. അപ്പം നിങ്ങൾ അങ്ങനെ സ്നേഹിക്കപ്പെടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ്, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ആ സ്നേഹം നിങ്ങൾ തന്നെ അനുഭവിക്കുക. അത് ആത്മീയതയുടെ വേറൊരു ഭാഗമാണ്. അതിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ. പക്ഷേ സൗഹൃദങ്ങൾ ഉണ്ടായിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇത്തരം വ്യക്തികളത് വെക്കാതിരിക്കുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുക. കാരണം ഒരുപാട് വാർത്തകൾ നമ്മൾ പേപ്പറിൽ വരുന്നുണ്ട്, ടി വിയിൽ വരുന്നുണ്ട്, ഇതേപോലെ പറ്റിക്കപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ. ചില ആളുകളൊക്കെ, പെൺകുട്ടികളൊക്കെ ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് പോവുക, വേറെ നാട്ടിലോട്ട് പോവുക, എന്നെല്ലാം വിചിത്രമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു വശ്യപ്രയോഗത്തിലൂടെ ചിലപ്പോൾ നിങ്ങളെ
കീഴ്പ്പെടുത്തിയേക്കാം. അതല്ലെങ്കിൽ മാന്ത്രികർമ്മങ്ങളിലൂടെ പല പല വിദ്യകളിലൂടെ നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സമ്പത്ത് അവർ കവർന്നെടുത്തേക്കാം, ബ്ലാക്ക് മെയിൽ ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.